ആരോഗ്യം എന്ന് പറയുന്നത് എല്ലാവരുടെയും ഏറ്റവും പ്രധാന ലക്ഷ്യവും ആഗ്രഹവുമാണ്. സമ്പൂർണ്ണ ആരോഗ്യവും സമ്പൂർണ്ണ സ്വസ്ഥതയുമാണ് ഏറ്റവും വലിയ ഭാഗ്യമായി ഏവരും കരുതുന്നത്. പിതൃോപദേശത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആരോഗ്യമില്ലായ്മയും അതുപോലെ തന്നെ ദാരിദ്ര്യവുമാണ് ഏറ്റവും വലിയ ശാപമെന്ന്. രോഗിയെ മൃതപ്രായനായിട്ടാണ് പിതൃോപദേശത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആരോഗ്യം എന്നുള്ളതിനെക്കുറിച്ച് ലോകാരോഗ്യ സംഘടനയുടെ ഏറ്റവും പുതിയ നിർവചനമനുസരിച്ച് ആരോഗ്യം എന്ന് പറയുന്നത് കേവലം രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല. ഒരു വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നതുകൊണ്ട് മാത്രം ആ വ്യക്തി സമ്പൂർണ്ണ ആരോഗ്യവാനാകുന്നില്ല. മറിച്ച് ശാരീരികമായിട്ടുള്ള അരോഗാവസ്ഥയോടൊപ്പം മാനസികവും സാമൂഹികവും ആത്മീയവുമായ അരോഗാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയെ നമുക്ക് സമ്പൂർണ്ണ ആരോഗ്യവാൻ എന്ന് വിളിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ ചികിത്സാ രീതികളനുസരിച്ച്, ഇപ്പോഴത്തെ വൈദ്യശാസ്ത്ര സമീപനങ്ങളനുസരിച്ച് ഒരുപക്ഷെ ശാരീരികവും മാനസികവുമായിട്ടുള്ള സ്വസ്ഥത നൽകുവാൻ സാധിച്ചേക്കാം. എന്നാൽ ആത്മീയ ആരോഗ്യം എന്ന സുപ്രധാന ഘടകത്തെ പോഷിപ്പിക്കുവാൻ ഇപ്പോഴത്തെ വൈദ്യശാസ്ത്ര സമീപനങ്ങൾക്ക് സാധിക്കുകയില്ല, അല്ലെങ്കിൽ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പരമമായ സത്യം. അപ്പോൾ ആത്മീയ ആരോഗ്യം അഥവാ സ്പിരിച്വൽ ഹെൽത്ത് എന്ന സമ്പൂർണ്ണ ആരോഗ്യത്തിന്റെ ഏറ്റവും സുപ്രധാന ഘടകത്തെ എങ്ങനെ നമുക്ക് പോഷിപ്പിക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് മനുഷ്യനിൽ അനുഭവവേദ്യമാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഈ പരമ്പര കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ആത്മീയ ആരോഗ്യം നേടിയെടുക്കുവാനുള്ള ഏറ്റവും പ്രധാന അഭ്യാസങ്ങളിൽ ഒന്നു തന്നെയാണ് വ്രതാനുഷ്ഠാനങ്ങൾ. നമുക്കറിയാം, നമ്മുടെ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വ്രതാനുഷ്ഠാനങ്ങളും ആചാരങ്ങളും. വ്രതാനുഷ്ഠാനങ്ങളെ പ്രധാനമായിട്ടും 3 തരത്തിൽ വിഭജിച്ചിട്ടുണ്ട്. നിത്യം, നൈമിത്തികം, കാമ്യം. ഇവ 3മാണ് പ്രധാനപ്പെട്ട വ്രതാനുഷ്ഠാനങ്ങൾ. നിത്യം എന്ന് പറയുന്ന വ്രതമാണ് ഏറ്റവും ഉത്തമവും ഉത്കൃഷ്ടവുമായിട്ടുള്ള വ്രതാനുഷ്ഠാനം. പുണ്യസഞ്ചയനത്തിനായി വ്യക്തികൾ നടത്തുന്ന വ്രതാനുഷ്ഠാനമാണ് നിത്യം. നൈമിത്തികം എന്ന് പറയുന്നത് പാപപരിഹാരത്തിനായിട്ട്, ഏതെങ്കിലും തരത്തിലുള്ള പാപങ്ങൾ നമ്മൾ ചെയ്തു എന്നുള്ള ബോധ്യം വരുമ്പോൾ അതിൽ നിന്നുമുള്ള മോചനത്തിനായി നടത്തുന്ന അനുഷ്ഠാനമാണ് നൈമിത്തികം. കാമ്യം എന്ന് പറയുന്നത് സ്വയം ഉയരുവാനായിട്ടും സ്വന്തം താല്പര്യങ്ങൾ നടക്കുവാൻ വേണ്ടിയും ചെയ്യുന്ന അനുഷ്ഠാനമാണ് കാമ്യം എന്ന് പറയുന്നത്. ഈ 3 തരത്തിലുള്ള വ്രതാനുഷ്ഠാനങ്ങൾ ഭാരതീയർ പുരാതന കാലം മുതൽ തന്നെ അനുഷ്ഠിച്ചു വന്നിരുന്നു. ഈ അനുഷ്ഠാനങ്ങൾ എങ്ങനെ മനുഷ്യനെ ആത്മീയ ആരോഗ്യത്തിലേക്ക് നയിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഏതൊരു വ്രതാനുഷ്ഠാനത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നതാണ് ഭക്ഷണത്തിന്റെ ക്രമീകരണം. ലളിതമായിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് വ്രതാനുഷ്ഠാനങ്ങൾ അനുവർത്തിക്കുന്ന ഒരു സാധകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ രോഗത്തിനും അതുപോലെ തന്നെ ആരോഗ്യത്തിനും ഒരുപോലെ കാരണമാകുന്നു എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പ്രമാണം തന്നെയുണ്ട്. 1 നേരം ഭക്ഷണം കഴിക്കുന്നവൻ യോഗി, 2 നേരം ഭക്ഷണം കഴിക്കുന്നവൻ ഭോഗി, 3 നേരം ഭക്ഷണം കഴിക്കുന്നവൻ രോഗി എന്ന്. അതിൽ നിന്ന് തന്നെ അമിത ഭക്ഷണത്തിന്റെയും അതുപോലെ തന്നെ തെറ്റായ രീതിയിലുള്ള ഭക്ഷണത്തിന്റെയും പരിണിത ഫലങ്ങൾ വളരെ വ്യക്തമാകുന്നുണ്ട്. ഇന്നത്തെ വർത്തമാനകാല ഘട്ടത്തിന്റെ ഏറ്റവും പ്രധാന ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അത് പ്രമേഹമാണെങ്കിലും രക്തസമ്മർദ്ദമാണെങ്കിലും ഹൃദ്രോഗമാണെങ്കിലും അമിത കൊഴുപ്പിന്റെ പ്രശ്നങ്ങളാണെങ്കിലും അതല്ല അമിത ശരീരഭാരത്തിന്റെ പ്രശ്നങ്ങളാണെങ്കിൽ തന്നെയും ഇവയെല്ലാം തന്നെ തെറ്റായ രീതിയിലുള്ള ഭക്ഷണത്തിന്റെയും അതോടൊപ്പം തന്നെ അമിത മാംസഭക്ഷണത്തോടുകൂടിയുള്ള പ്രതിപത്തിയുടെയും ഫലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഭക്ഷണം എങ്ങനെ നമ്മുടെ ആരോഗ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നു എന്ന് ഭഗവത്ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സാത്വികർ ഏത് രീതിയിലുള്ള ഭക്ഷണമാണ് താല്പര്യപ്പെടുന്നത്, കഴിക്കുന്നത്? രാജസ ഗുണമുള്ളവർ ഏത് തരത്തിലുള്ള ഭക്ഷണമാണ് താല്പര്യപ്പെടുന്നത്? തമോ ഗുണമുള്ളവർ ഏത് തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത് എന്നൊക്കെ ഗീതയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വളരെയേറെ പഴകിയതും ദുർഗന്ധം വമിക്കുന്നതുമായിട്ടുള്ള ഭക്ഷണം, അമിതമായിട്ട് ധാന്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം, ഇവയാണ് തമോ ഗുണമുള്ളവർക്ക് പ്രാധാന്യമായിട്ടുള്ളത് എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. അതുപോലെ തന്നെ അധികമായി എരിവും പുളിയും ഉള്ള ഭക്ഷണങ്ങൾ,
മാംസഭക്ഷണം, മദ്യം ഇവയോട് രാജസ ഗുണമുള്ളവർക്ക് പ്രതിപത്തി കൂടുതലാണെന്നും ഗീതയിൽ പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സാത്വിക ഗുണമുള്ളവരുടെ ഭക്ഷണം എങ്ങനെയാണ് എന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ഇലക്കറികൾ, പഴങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയ ഭക്ഷണങ്ങളാണ് സാത്വികരായിട്ടുള്ളവർക്ക് താല്പര്യം എന്നുള്ളത്. ഇതിൽ നിന്നും ഭക്ഷണം എങ്ങനെ നമ്മുടെ മനസ്സിനെയും അതോടൊപ്പം തന്നെ നമ്മുടെ ഗുണങ്ങളെയും സ്വാധീനിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ സാത്വിക ഗുണമുള്ളവർ കഴിക്കുന്ന ഭക്ഷണമായി സൂചിപ്പിച്ചിരിക്കുന്നത് ഇലക്കറികൾ, പഴങ്ങൾ, പച്ചക്കറികൾ ഇവയൊക്കെ തന്നെയാണ്. മുമ്പേ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ ആരോഗ്യ പ്രശ്നങ്ങളുടെ എല്ലാം, ആധുനിക ജീവിതശൈലി രോഗങ്ങളുടെ എല്ലാം അടിസ്ഥാന കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഭക്ഷണ രീതിയാണെന്നുള്ളത് വൈദ്യശാസ്ത്രം തന്നെ നിസ്സംശയം തെളിയിച്ചിട്ടുണ്ട്. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായിട്ട് കഴിക്കുമ്പോൾ മനുഷ്യൻ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിത്തറ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ ഇവ ധാരാളമായി കഴിക്കുമ്പോൾ ഇവയിൽ അടങ്ങിയിരിക്കുന്ന പല ഘടകങ്ങളും നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നതായും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇലക്കറികളിലും പഴങ്ങളിലും പഴവർഗ്ഗങ്ങളിലുമൊക്കെ ധാരാളം ജീവകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദഹന പ്രക്രിയയ്ക്ക് വഴങ്ങാത്ത നാരുകൾ അഥവാ ഫൈബറുകൾ ഇവയിലെല്ലാം ധാരാളമായി അടങ്ങിയിരിക്കുന്നു. അമിതമായി ഫൈബറുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അവ കൊഴുപ്പിന്റെയും അതോടൊപ്പം തന്നെ ഗ്ലൂക്കോസിന്റെയും ആഗിരണത്തെ നിയന്ത്രിക്കുകയും അങ്ങനെ പ്രമേഹത്തെ ഒഴിവാക്കുവാനും അമിത കൊഴുപ്പിന്റെയും അമിത ശരീരഭാരത്തിന്റെയും പ്രശ്നങ്ങളെ ഒഴിവാക്കുവാനും സഹായിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഉപരിയായിട്ട് പല ആധുനിക ആരോഗ്യ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണങ്ങളിൽ ഒന്നായി കാണിക്കപ്പെട്ടിരിക്കുന്നത് സ്വതന്ത്ര കണികകൾ അഥവാ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്ന ചില പ്രത്യേക ഘടകങ്ങളാണ്. ഈ സ്വതന്ത്ര കണികകളെ നിർവീര്യമാക്കുവാൻ കഴിവുള്ള ആന്റി ഓക്സിഡന്റുകൾ നമ്മുടെ പഴങ്ങളിലും പച്ചക്കറികളിലും ധാരാളമായി അടങ്ങിയിരിക്കുന്നു എന്നും പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. മറിച്ച് അമിത മാംസഭക്ഷണം അകത്താക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ മാംസത്തെ ദഹിപ്പിക്കുവാനായി ഉണ്ടാകുന്ന പിത്തനീര്, അമിതമായിട്ടുണ്ടാകുന്ന ഈ പിത്തനീരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില എൻസൈമുകൾ കുടലിന്റെ അർബുദത്തിന് പോലും വഴിയൊരുക്കുന്നതായും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ മാംസം ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ നിരീക്ഷണത്തിന് അങ്ങേയറ്റം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്രതാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി സാത്വിക ഭക്ഷണം സ്വീകരിക്കുന്ന സാധകൻ അവന്റെ ശാരീരികമായും മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന്റെ ഏറ്റവും പ്രധാന നടപടികളിൽ ഒന്നു തന്നെയാണ് സ്വീകരിക്കുന്നത്. ഭക്ഷണ സാധനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഈ പ്രക്രിയയ്ക്ക് ഉപരിയായിട്ട് ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ പോലും തെറ്റായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ വന്നുവരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അസമയത്തെ ഭക്ഷണം, തെറ്റായിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണ രീതികൾ, അശ്രദ്ധയോടുള്ള ഭക്ഷണം ഇവയെല്ലാം തന്നെ നമ്മുടെ ദഹന ആഗിരണ പ്രക്രിയയെ തകരാറിലാക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഭാരതത്തിന് അതിപുരാതനമായിട്ടുള്ള വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഭക്ഷണ സംസ്കാരം ഉണ്ടായിരുന്നു എന്ന് ഉപനിഷത്തുകളും പുരാണങ്ങളും പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അന്നം ബ്രഹ്മോപാസനെ എന്നാണ് തൈത്തിരീയോപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. അന്നത്തെ ബ്രഹ്മമായിട്ട് ഉപാസിക്കണമെന്ന്. അപ്പോൾ അത്രമാത്രം ശ്രേഷ്ഠമായിട്ടും ആദരവോടും കൂടി വേണം നമ്മൾ ഭക്ഷണത്തെ സമീപിക്കേണ്ടത് എന്ന് പുരാണങ്ങളിലും ഉപനിഷത്തുകളിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ആധുനിക ജീവിതത്തിന്റെ ഭാഗമായി പലപ്പോഴും എന്തെങ്കിലുമൊക്കെ വാരി വലിച്ചു തിന്നുക എന്നുള്ളത് മാത്രമാണ് ഭക്ഷണം കഴിക്കുമ്പോൾ പലരും സ്വീകരിക്കുന്നത്. പലപ്പോഴും സ്വീകരണ മുറിയിൽ ടിവിക്ക് മുൻപിൽ അലസമായിരുന്നു കൊണ്ടായിരിക്കും പലരും ഭക്ഷണം കഴിക്കുന്നത്. ഫലമോ ശരിയായിട്ടുള്ള രീതിയിൽ ദഹനത്തിനാവശ്യമായിട്ടുള്ള എൻസൈമുകളുടെ ഉൽപാദനം നടക്കുന്നില്ല. നമ്മുടെ രസനേന്ദ്രിയങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. ഇതൊക്കെ കൊണ്ട് ശരിയായിട്ടുള്ള ഭക്ഷണത്തിന്റെ ദഹനവും ആഗിരണവും നടക്കാതെ വരികയും അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ വയറിന് പെരുക്കം, പുളിച്ചു തികട്ടൽ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. സാത്വികമായിട്ടുള്ള ഭക്ഷണ രീതി എന്ന് പറയുന്നത് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന് മണ്ഡലകാലത്തെ അനുഷ്ഠാനം തന്നെ നമുക്ക് നോക്കാം. മണ്ഡലകാലത്തെ വ്രതാനുഷ്ഠാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് തന്നെ സാത്വികമായിട്ടുള്ള ഭക്ഷണ രീതിയാണ്. ലളിതമായിട്ടുള്ള ഭക്ഷണം ഏറ്റവും ശുചിയായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് സാധകൻ കഴിക്കേണ്ടത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വറ്റുപോലും കളയാതെ ഭക്ഷണത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്ഷണം വളരെ ക്ഷമയോടുകൂടി കഴിക്കുകയും അതുപോലെ തന്നെ അമൃതാഭിധാനമസി അന്നദാത സുഖീഭവ എന്ന പ്രാർത്ഥനയോടുകൂടി ഭക്ഷണം കഴിക്കുന്നത് അവസാനിപ്പിക്കുകയും ചെയ്യും എന്നുള്ളത് അനുഷ്ഠാനങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന രീതിയിലും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ തിരഞ്ഞെടുക്കുന്ന രീതിയിലുമൊക്കെ വ്രതാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി സാധകൻ അനുവർത്തിക്കുന്ന ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സംസ്കാരം അവനെ സമ്പൂർണ്ണ ആരോഗ്യത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്.